ഞങ്ങൾ രണ്ടും കൂടാണ് ഇതെല്ലാം ചെയ്തത്. ഞാൻ വരുമ്പം ചിലപ്പോൾ അവൾ വീഡിയോ എടുക്കും, പിന്നെ അത് മക്കൾക്ക് ആർക്കെങ്കിലും അയച്ചു കൊടുക്കും. പിന്നെ ഞായറാഴ്ച ഒരു ദിവസം ഒരാൾ വരും. എന്തെടുക്കൂടെ രണ്ടിനും കൂടെ? അച്ഛൻ എന്ത് ചെയ്യേ? അച്ഛനോടെ പോയി? അച്ഛൻ നോക്കിയിരിക്കുവാണോ? ബാ നോക്കാം. അച്ഛനെവിടെ പോയായിരുന്നു? അച്ഛൻ എന്ത് ചെയ്യേ? വരുന്നുണ്ടോ? അച്ഛൻ വരുന്നുണ്ടോ? ആഹാ, രണ്ടിനും കൂടെ ഇങ്ങനെ കാത്തിരിക്കുക അച്ഛൻ വരുന്നു നോക്കി. ആ അതാ വരുന്നുണ്ട്. അച്ഛൻ എന്തോ വരുന്നേ. രണ്ടുപേരും കൂടെ കാത്തിരുന്ന് മുഷിഞ്ഞ ശരിയായി. എന്തോന്നോ കൊണ്ടുവന്നിട്ടുണ്ടാണ് ലേക്കേക്ക്. അല്ല പുള്ളി അതൊന്നും അല്ല, അവിടം വരെ പോയ നോക്കിയിട്ട് വരട്ടെ. ഇനി വാ, അച്ഛൻ്റെ പൊതിയിരിക്കുന്നേ ലേക്ക. ബിസ്ക്കറ്റ് ഉണ്ട്, ബിസ്ക്കറ്റ്. ബിസ്ക്കറ്റ് അവിടെ എന്തോ തപ്പുന്നേ? അച്ഛൻ്റെ പൊതിയിരിക്കുന്നുണ്ടാ ലേക്ക? ലേക്ക നീ കണ്ടില്ലേടി? അതൊന്നും വേണ്ട. അതൊക്കെ താഴെ അച്ഛൻ്റെ കയ്യിരിക്കുന്ന മേടിച്ചോ? അച്ഛൻ്റെ കയ്യിരിക്കുന്ന മേടിച്ചോ? അച്ഛൻ്റെ കയ്യിൽ നിന്ന് പൊതി മേടിച്ചോ? അവരാകെ പൊതി മേടിച്ചോ? പൊതി മേടിച്ചോ? ലേക്ക പൊതി മേടിച്ചോടി. അച്ഛൻ കൊണ്ടുപോയി. അച്ഛൻ എന്തോ തിന്നാൻ കൊണ്ടുപോയി. നോക്കി എന്തോന്ന് നോക്കിയേ. അതെന്തോ നോക്ക്. അതൊക്കെ ഉണ്ട്. എന്തോടാ കൊണ്ടുപോയി? രണ്ടുപേരും കൂടെ ഞാൻ കൊണ്ടുപോയി. നനക്കല്ലേ? എന്തോടി അത്? നോക്കാം, നമുക്ക് തിന്നു നോക്കാം. ഇപ്പം പിന്നെ ഇവിടെ ഇവർ രണ്ടുപേരും ആകെ ഇപ്പം മൂഡ് ഓഫാണ് പൊതുവെ. കാര്യം പിന്നെ ഇവിടെ വേറെ ആരും ഇല്ല. അത് തന്നെ. ഇവിടെ അമ്മയ്ക്ക് അടുക്കളയിൽ ജോലി, അല്ലാത്ത ജോലിയൊക്കെ ഉണ്ടാവും. പിന്നെ ഞാൻ മിക്കവാറും പുറത്തൊക്കെ പോകും. പിന്നെ ഇവിടുത്തെ മറ്റ് ആൾക്കാരെ ഒന്നും സ്ഥലത്തില്ല. അങ്ങനെ രണ്ടുപേരും എപ്പോഴും മൂഡ് ഓഫാണ്. ഉറക്കവും മൂഡ് ഓഫും ആകെ ഒരു എന്താ പറയുന്നത്. എന്തോ കൊച്ചു തിന്നാനാണ്. അയ്യോ ഉണ്ട്, നമുക്ക് എല്ലാവർക്കും കൂടെ തിന്നാടി. കൊണ്ടുവാ. ഞാൻ കൂടെ തരുവോ? എടുത്തരാം. നീ കൂട്ടാ ഇതുണ്ടോടാ, പെണ്ണ് മേടിച്ചോണ്ട് പോടാ. കൊണ്ടുവാ. ഇന്ന് വേറൊരു സാധനം. അപ്പോൾ ഒറ്റയ്ക്കിരിപ്പ് രണ്ടുപേർക്കും ഭയങ്കര വിഷമമാണ്. ഇപ്പോൾ കളിക്കാൻ ആളില്ലാത്ത. അപ്പോൾ ഇത് നമുക്ക് നിന്നിട്ട് അച്ഛൻ ഇച്ചിരി നേരം കൂടെ കളിക്കാം. എന്താ തിന്നിട്ട് കളിക്കാം. അവിടെ ഇരിക്കേ ഇരിക്കേ അവിടെ. എന്തുവാ ഇത്? റസ്കാണോ? കൊള്ളാമോ? നല്ലതാണോ ലേക്ക? കൊള്ളാമോ? ലേക്കയുടെ മുഖം ഒന്ന് കാണട്ടെ. നല്ലതാണോ? നോക്കിയിരിക്കുന്നുണ്ടോ? കൊതിച്ച് ലിയോക്കുട്ടാ കൊള്ളാമോ? ലിയോക്കുട്ടാ കൊടുത്തു വയ്ക്കുക. ലിയോക്കുട്ട നല്ലതാണോ ലിയോ? നല്ലതൊക്കെ തന്നെ. അപ്പോൾ ആകെ മൂഡ് ഓഫ്. അച്ഛൻ വരുമ്പോഴാണ് ഇനി ആകെ ഉള്ളൊരു സന്തോഷം കിട്ടുന്നത്. ഇനി അച്ഛൻ്റെ കൂടെ ഇച്ചിരി നേരം കളിക്കുക. പിന്നെ വൈകിട്ട് രാത്രി പിന്നെ ഒരു ലൈറ്റിൻ്റെ കളി. അങ്ങനെയൊക്കെയാണ്. ബാക്കിയുള്ള സമയമെല്ലാം രണ്ടുപേരും ഉറക്കമാണ്. അപ്പം പിന്നെ കളിക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഉള്ളൊരു പ്രശ്നമുണ്ട്. പിന്നെ ലേക്കയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നിർബന്ധമായിട്ടും ആരെങ്കിലും കുരുത്തക്കേടിനുണ്ടെങ്കിലേ പറ്റൂ അല്ലേ? ബാക്കിൽ കൂടെ ഒരാൾ അടിച്ചു മാറ്റുന്നത്. തരാം. രണ്ടുപേർക്കും തരും. അവിടെ ഇരിക്കുമെന്ന്. രണ്ടുപേർക്കും തരാം. അതിക്രമമൊന്നും വേണ്ട. തരും രണ്ടുപേർക്കും. ഇരിക്കവിടെ. ഇരുന്നോ. പിന്നെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞേ. ഓക്കെ. ഇന്നത്തെ വിശേഷങ്ങളൊക്കെ പറയും. നല്ലതാണോ? ലേക്ക ഇന്നത്തെ വിശേഷമൊക്കെ വേറെ എന്താ വിശേഷം? ചോറൊക്കെ തിന്നായിരുന്നാ? ഉച്ചയ്ക്ക് ചോറൊക്കെ തിന്നായിരുന്നോ മക്കളെ? എടി
അത് തരാം. അവിടെ ഇരിക്കേ. ചോറ് അമ്മ വഴക്കല്ലോ പറഞ്ഞ എടി ലേക്ക അതെനിക്ക് തന്നാ മതി എന്ന് എനിക്ക് വേറെ ഒന്നും വേണ്ട. വേറെ വർത്താനൊന്നും വേണ്ട. ആദ്യം അടിക്കൊന്നും വേണ്ടെങ്കിൽ കൊടുത്താൽ മതി. ഇരിഞ്ഞ് തന്നാ മതി. എന്റെ പാവ ശാന്തൻ ലിയോക്കുട്ടൻ കിടക്കുന്നുണ്ടോ? ശാന്തൻ ശാന്തപ്പ പേര് മാറ്റി ശാന്തപ്പൻ. ശാന്തപ്പ ലിയോ ഇതാ എണീറ്റാണ്. അച്ഛൻ ചോദിക്കട്ടെ. ചോദിക്കട്ടെ, കാര്യമൊക്കെ ചോദിക്കട്ടെ. എണീക്ക്. വന്ന അവിടെ ഞാൻ കിടക്കാന്നാ. എണീറ്റേ. ഇങ്ങോട്ട് വന്നേ ചോദിക്കട്ടെ. അമ്മ വഴക്കൊല്ലാം പറഞ്ഞാ? വഴക്ക് പറഞ്ഞല്ല, അല്ല യൂട്യൂബില് എല്ലാരും കൂടെ പിന്നെ പൊങ്കാല ഇട്ടിട്ടുണ്ട്. അവനെ കഴിഞ്ഞ വീഡിയോയിൽ അവനെ വെള്ളം കൊടുത്തില്ല പോലും. അതിപ്പം പിന്നെ അങ്ങനെ കുറെ കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിപ്പം ഞങ്ങൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി ഒരുപാട് ദൂരമൊന്നും അല്ല പോയത്. ഇപ്പം നമ്മുടെ പല വീഡിയോയിലും ഇറക്കാട് കേൾക്കുന്ന തൊട്ടപ്പുറത്ത് ഉള്ള ഒരു ഗ്രൗണ്ടാണ്, അമ്പലത്തിൻ്റെ ഗ്രൗണ്ട്. അവിടെയാണ് പോയത്. ഇവിടുന്ന് 1 മിനിറ്റ് പോലും പോകാനില്ല, അത്രയും ദൂരം മാത്രമേ ഉള്ളൂ. പിന്നെ ഇവനെ സംബന്ധിച്ചിടത്തോളം പുറത്തിപ്പം ഞാൻ കടയിൽ കൊണ്ടുപോകുമ്പോഴായാലും ശരി തന്നെ ഒരല്പനേരം നടന്നാൽ അവൻ നന്നായിട്ട് കിതയ്ക്കും. അപ്പം നടക്കുമ്പോൾ കിതയ്ക്കുന്നത് കൊണ്ട് വണ്ടി കയറ്റി ഇച്ചിരി നേരം AC ഇട്ടാൽ അതങ്ങ് ഓക്കെ ആവും. അപ്പോൾ അവിടുന്ന് അതുപോലെ തന്നെ. അപ്പോൾ അവിടെ ഇത്തിരിയൊക്കെ നേരം കിടന്ന് ഓടിയിട്ട് വണ്ടി കയറ്റി ഒരല്പനേരം AC ഇട്ട് അവൻ ഓക്കെ ആയി. അവനെല്ലാ പ്രശ്നമൊന്നും, വെള്ളത്തിൻ്റെ പ്രശ്നമൊന്നും അല്ലായിരുന്നു. വെള്ളവും കാരണം ഉച്ച സമയമായിരുന്നു. പിന്നെ ആ വെള്ളം കൊള്ളൂല്ലായിരുന്നു. അവിടുത്തെ വെള്ളം ഉപയോഗിക്കത്തില്ല. അത് പിന്നെ പഴകിയ വെള്ളമാണ്. പിന്നെ അത് ഉപയോഗിക്കാൻ കൊള്ളില്ല. പിന്നെ ദൂരെ എവിടെയെങ്കിലും പോകാം. അത്ര എങ്ങനെങ്കിലും ദൂരെ പോവുകയാണെങ്കിൽ ഞങ്ങൾ അവന് വെള്ളവും മറ്റു കാര്യങ്ങളെല്ലാം വണ്ടിയിൽ തന്നെ സ്റ്റോക്ക് ചെയ്യും. ഇത് പിന്നെ അത്ര ദൂരം ഇല്ലായിരുന്നു, അത്ര കൂടുതൽ കാര്യമായിട്ട് എടുത്തില്ല. തൊട്ടപ്പുറത്ത്, അതായത് ഇവിടുന്ന് 1 മിനിറ്റ് പോലും വണ്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള ദൂരമില്ല. അത്രയും അടുത്ത് തന്നെ ആയിരുന്നു. അവിടുന്ന് ഇവിടെ വന്നിട്ട് വെള്ളം കുടിക്കാം. അപ്പം പിന്നെ തൊട്ടപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് വന്നാൽ മതി. അതുകൊണ്ടാണ് വെള്ളം കരുതാതിരുന്നത്. അവരോടുള്ള സ്നേഹം അത് മനസ്സിലായി. അവരോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് പറഞ്ഞത്. എന്നാലും പിന്നെ അതിൻ്റെ പിന്നെ കാര്യം പറയേണ്ടതും നമ്മുടെ കടമയാണല്ലോ. അത് ഇത്രയും ദൂരമൊന്നുമുള്ള സ്ഥലത്തല്ല പോയത്, തൊട്ടപ്പുറത്താണ്. അവന്റെ ആ ഇരിപ്പോ കണ്ടപ്പോ തോന്നി അത് അവന്റെ സ്വഭാവം. കാര്യം എന്ന് പറഞ്ഞാല് ഇവിടെ വീട്ടിലായാലും ശരി തന്നെ. അവൻ പിണങ്ങി കഴിഞ്ഞാൽ അതൊരു 1.5 പിണക്കം തന്നെയാണ് അവൻ്റെ. ചിലപ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞാൽ, ഞാൻ എന്തെങ്കിലും പിന്നെ വഴക്കുറേ എന്തെങ്കിലും ചെയ്താൽ പിണങ്ങി ഒരു പോക്കുണ്ട്, പോയി കട്ടിലിൻ്റെ കീഴിൽ കയറി കഴിഞ്ഞാൽ പിന്നെ വിളിച്ചിറങ്ങത്തില്ല. അത് അവൻ്റെ പിണക്കത്തിൻ്റെ ഒരു സ്വഭാവമാണ്. അത് അവരുടെ ഒരു പ്രത്യേകത തന്നെയാണ്. നേരെ മറിച്ച് ഇവിടെ ലേഖയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെയുള്ള വിഷയമൊന്നുമില്ല. അവർക്ക് അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. പിന്നെ വണ്ടി യാത്രയിലും അതുപോലെ തന്നെ. അവർക്ക് വണ്ടിയിൽ കയറിയ AC വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ അവന് AC ഇല്ലാതെ പറ്റത്തില്ല. അതുകൊണ്ട് പിന്നെ കൃത്യമായിട്ട് അവൻ വണ്ടി കയറി അപ്പോഴേ ഞങ്ങൾ AC ഇടും. പിന്നെ ഗ്ലാസ്സെല്ലാം കയറ്റി AC ഇട്ട് നന്നായിട്ട് തണുപ്പിലേ അവൻ പോകത്തുള്ളൂ. അല്ലെങ്കിൽ വണ്ടിയിൽ കയറിയാലും അവനൊരു നേരം കിതപ്പുണ്ടാകും. അതാണ് കാര്യം. അപ്പോൾ ഇനി വന്ന് അവൻ ഇഷ്ടം പോലെ വന്ന് വെള്ളമൊക്കെ കുടിച്ച് സന്തോഷമായിട്ട്. അല്ല, വേറെ വിഷയമൊന്നുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എന്തിൻ്റെ കുറവാണുള്ളത്. ഇപ്പോൾ വേണ്ട ഇതാണ് പോകുന്നത്. ലിയോ കുട്ടാ ഇഞ്ഞി വന്നേ. അപ്പം അച്ഛൻ പുറത്തൊക്കെ പോകണ്ടേ? ഇഞ്ഞി വന്നേ. തരാം. അച്ഛൻ പുറത്തൊക്കെ പോകണ്ടേ? നമുക്ക് ചിക്കനൊക്കെ മേടിക്കണ്ടേ? ചിക്കൻ മേടിക്കണം, മീൻ മേടിക്കണം, അണ്ട് ഇവർക്ക് കളിപ്പാട്ടങ്ങളൊക്കെ മേടിക്കണം. അപ്പോൾ അച്ഛൻ അങ്ങനെ പുറത്തൊക്കെ പോകണം. അണ്ട് ഇതുപോലെ ബിസ്ക്കറ്റ് മേടിക്കണം. പുറത്ത് പോയിട്ട് വരുമ്പോൾ എല്ലാവരും അവന്മാരാണെങ്കിലും പുറത്ത് പോയിട്ട് വരുമ്പം ബിസ്ക്കറ്റൊക്കെ കൊണ്ടുവന്നു. അതാണ് ഈ കാത്തിരിക്കുന്നത്. കാത്തിരിക്കുന്നതിൻ്റെ കാരണം അത് തന്നെയാണ്. പുറത്തുനിന്ന് പോയിട്ട് വരുമ്പം അവർക്ക് എന്തെങ്കിലും ഉണ്ടാവും, എന്തെങ്കിലും സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാവും. അങ്ങനെ ആ ഒരു ഇതുകൊണ്ടാണ് അവർ കാത്തിരിക്കുന്നത്. ഇപ്പം പിന്നെ ഇവിടുത്തെ പിള്ളേരല്ലേ 2 പേര്. പിള്ളേരാന്നാ? പിള്ളേരാന്നാ? ഇവിടുത്തെ കൊച്ചുങ്ങളാന്നാ? അതേ ഇങ്ങോട്ട് കൊടുക്കാൻ. അവർക്ക് അതങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടാ. കറുമുറാന്ന് മതിയാ? നീ കൊണ്ടുവച്ചേ കേട്ടോ. ചേടാ കൊണ്ടുവച്ചേ കേട്ടോ. വെള്ളം കൊടുത്തില്ല വീഡിയോയ്ക്ക് വേണ്ടി. ലിയോയ്ക്ക് വെള്ളം കൊടുത്തില്ല. വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ട്
അതിനെ കഷ്ടപ്പെടുത്തി. അവന് കഷ്ടപ്പാടൊന്നുമില്ല, അവനൊരു കഷ്ടപ്പാടും ഇല്ല. അവൻ ഇവിടെ ഹാപ്പിയാണ് ഇപ്പോഴും, 24 hours ഹാപ്പിയാണ്. ഇപ്പം പിന്നെ ചോട്ട് വരുന്നതിന് മുമ്പും പിന്നെ നമ്മൾ ചാനൽ തുടങ്ങുന്നതിന് മുമ്പും ഇവിടെ ഇവരെ പോലുള്ളവരുണ്ടായിരുന്നു. അവരേത് രീതിയിലാണ് അവിടെ നിന്നത്. പിന്നെ ചോട്ടുവിനെ തന്നെ പിന്നെ അത്തരം ഒരു സന്ദർഭത്തിലാണ് പുറം ലോകം അറിയാൻ തുടങ്ങിയത് തന്നെ. അവരുടെ ആ ബുദ്ധിയും പിന്നെ കഴിവും കൊണ്ടാണ് പുറം ലോകം അറിയാൻ തുടങ്ങിയത് തന്നെ. അവൻ പെട്ടെന്ന് എന്തോ പറഞ്ഞില്ലേ, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പെട്ടെന്ന് പോയി. കൂടെ ഞങ്ങൾ രണ്ടും കൂടാണ് ഇതെല്ലാം ചെയ്തത്. ഞാൻ വരുമ്പം ചിലപ്പോൾ അവൾ വീഡിയോ എടുക്കും, പിന്നെ അത് മക്കൾക്ക് ആർക്കെങ്കിലും അയച്ചു കൊടുക്കും. പിന്നെ ഞായറാഴ്ച ഒരു ദിവസം ഒരാൾ വരും. ഓ അപ്പം ചിലപ്പം സൗകര്യം കിട്ടിയ ഒരു വീഡിയോ എടുക്കും. കഴിഞ്ഞ ഞായറാഴ്ച വന്നപ്പം പിന്നെ സമയം കിട്ടി, അങ്ങനെയാണ് അന്ന് ആ വീഡിയോ എടുത്തത്. ഇപ്പോഴും അത് തന്നെ. വരുന്ന വഴിക്ക് നിങ്ങൾ കണ്ടല്ലോ, വാതിലിൽ വന്നിട്ട് കാത്തിരിക്കുകയായിരുന്നു രണ്ടുപേരും കൂടെ. ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി, ഈ കമന്റിട്ടവരെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അപ്പം ഇവർക്ക് വെള്ളം കൊടുത്തില്ലെന്ന് പറഞ്ഞപ്പം അത് കേട്ടപ്പോൾ ഒരു വിഷമം തോന്നി. കാര്യം അവരെ അങ്ങനല്ല ഇവിടെ നോക്കുന്നത്. അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ വെള്ളമായാലും അത് പറഞ്ഞില്ല, ഈ സാധാരണ ഒരല്പ ദൂരം പോകുമ്പം സ്വാഭാവികമായിട്ട് ഞാൻ എവനെ കൊണ്ടുപോകുന്നത്, എവനല്ല രണ്ടുപേർക്കായാലും കുപ്പിയിൽ വെള്ളം വണ്ടിയിൽ കരുതി കുപ്പിയിൽ വെള്ളവും പിന്നെ എല്ലാ കാര്യം ഇവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും. ഇതിപ്പോ തൊട്ടപ്പുറത്തായതുകൊണ്ടാണ് നമ്മള് ഞാൻ ഇവിടെ ആറ്റി പോകുന്ന അത്ര പോലും ദൂരമില്ല, ഇവിടെ തൊട്ടപ്പുറത്താ. അപ്പം നേരത്തെ നമ്മൾ പല വീഡിയോ എടുക്കുമ്പോഴും ഈ അമ്പലത്തിലെ റെക്കോർഡ് പാട്ട് ഈ വീഡിയോയിൽ കേൾക്കാറുണ്ട്. അത് പലരും ചോദിച്ചിട്ടുണ്ട്. അവിടെ തന്നെയാണ് ഞങ്ങൾ പോയത്. മുരുകക്ഷേത്രമാണ്. ഒരു മുരുകക്ഷേത്രമാണ്. അപ്പോൾ അവിടെ ഉത്സവത്തിനും മറ്റു കാര്യങ്ങൾക്കും എല്ലാം ഞങ്ങൾ പോകുന്നതാണ്. തൊട്ടപ്പുറത്ത് എന്ന് പറഞ്ഞാൽ ഒരു 2 പറമ്പിനപ്പുറത്താണ് ഈ സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും തൊട്ടടുത്ത് ആയതുകൊണ്ടാണ് ഞങ്ങൾ വെള്ളം കരുതാതിരുന്നത്. പിന്നെ പെട്ടെന്ന് തിരിച്ചു വരാം പൊങ്കാലയിട്ട്. എല്ലാവരും കൂടെ ഞങ്ങളെ പൊങ്കാലയിട്ടിരിക്കുക അല്ലേ. സാരമില്ല. അപ്പോൾ അവർക്ക് ഇവരുടെ അടുത്തുള്ള സ്നേഹവും അടുപ്പവും കൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കാം. കാര്യം ഇനി അവിടെ പോയാലും വെള്ളമായിട്ടാ പോകും. നിനക്ക് എവിടെ പോയാലും വെള്ളവും മറ്റു സൗകര്യമുണ്ട്. പക്ഷെ പിന്നെ ലേക്കയ്ക്ക് അങ്ങനെയില്ല, അങ്ങനെയുള്ള പ്രശ്നമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ലേക്ക വീടിന് പുറത്ത് പോയി കഴിഞ്ഞാൽ വെള്ളവും ഭക്ഷണവും കഴിക്കത്തില്ല, വെള്ളവും കഴിക്കത്തില്ല. എവിടെയാണോ ചെല്ലുന്നത് പകുതി വഴിയിൽ വെച്ച് നമ്മൾ ഭക്ഷണം കൊടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ലേക്ക് കഴിക്കത്തില്ല. അപ്പോൾ വിശപ്പുണ്ടെങ്കിൽ കഴിക്കത്തില്ല. വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കത്തില്ല. പിന്നെ ചെന്ന് സമാധാനമായിട്ട് അവൾ ഇതെല്ലാം ചെയ്യും. പക്ഷെ ലിയോ അങ്ങനല്ല. ലിയോയ്ക്ക് അവന് വിശപ്പുണ്ടെങ്കിൽ അവൻ കഴിക്കും. പിന്നെ വെള്ളം കുടിക്കണമെങ്കിൽ ചോദിക്കും. അവൻ വെള്ളം ചോദിച്ച് കുടിക്കും. എല്ലാ കാര്യവും അവൻ ചോദിപ്പാ. മറ്റേതിനെ കൊടുത്താലും കഴിക്കില്ല. അവർക്ക് പേടിയാ വെളിയിറങ്ങിയാൽ. പുള്ളിക്ക് പേടിയാ വെളിയിറങ്ങിയാൽ പെട്ടെന്ന് തിരിച്ച് വീട്ടിൽ വരണം. അതാണ്. ശരി. അപ്പം ഇവരുടെ എന്താ പറയുന്നത്, ഇവരുടെ മൂഡ് ഓഫും പിന്നെ എന്താ കാത്തിരിപ്പൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ ചെയ്തത്. പിന്നെ ഒപ്പം നിങ്ങൾ ഇതിൽ പലരും ഇട്ടിരുന്ന ഇവർക്ക് വെള്ളം കൊടുത്തില്ലെന്ന് പറഞ്ഞ കമൻറ്റിന് മറുപടിയും കൂടെ പറഞ്ഞു. ഇത്രയേ ഉള്ളൂ. ശരി, നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.